പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ലേബർ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേരും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായാണ് യോഗം ചേരുക. CITU, INTUC, AITUC, STU അടക്കമുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാകും യോഗത്തിൽ ചർച്ച ചെയ്യുക. ഇടതുമുന്നണിയും ട്രേഡ് യൂണിയനുകളും അറിയാതെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കരട് ചട്ടം സർക്കാർ തയ്യാറാക്കിയെന്ന ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ഇന്ന് ചേരുന്നത്. സംസ്ഥാനത്ത് ലേബർ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി 12 മണിയോടെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേരുകയാണ്. CITU, INTUC, AITUC, STU അടക്കമുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാകും യോഗത്തിൽ ചർച്ചയാവുക. ഇടതുമുന്നണിയും ട്രേഡ് യൂണിയനുകളും അറിയാതെ കരട് ചട്ടം സർക്കാർ തയ്യാറാക്കിയെന്ന ആരോപണം ഉയരുന്നൊരു പശ്ചാത്തലമാണിപ്പോൾ. അപ്പോൾ ലേബർ കോഡുമായി ബന്ധപ്പെട്ട ആ കരട് ചട്ടം സർക്കാർ തയ്യാറാക്കിയെന്ന ആ ആരോപണം ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിന്മേൽ ഇത്തരത്തിലൊരു യോഗം നടക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമാകും. ആ ഒരു ലേബർ കോഡ് കരട് ചട്ടം എന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും വിമർശന ശരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ലേബർ കോഡ് കരട് ചട്ടം പുറത്തു വന്നതിന് ശേഷം തന്നെ ഉയർന്നിരുന്നു. ആരോപണങ്ങളടക്കം ഉയർന്നിരുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം അടക്കം വന്നതാണ്. ഇപ്പോൾ ഇന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ഓൺലൈനായി ചേരുകയാണ്.